ഹായ് ഗൈസ്, നമുക്കിന്നൊരു കൂട്ടുപൊരിയൽ ഉണ്ടാക്കാം. അതിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു പീക്കങ്കായ എടുത്തിട്ടുണ്ട്, പീച്ചങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റാണ്. എൻ്റെ മോൻ മൈസൂറിന് പോയപ്പോഴേ അവിടെ ഒരു ഫാമിൽ നിന്ന് എങ്ങാണ്ട് വിളയുന്നിടത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നല്ല ക്യാരറ്റ് അവന് 60 രൂപയ്ക്ക് കിട്ടി. ഇവിടെയൊക്കെ ഇപ്പം 80, 100 രൂപയൊക്കെ ഉണ്ട്. അപ്പം അവന് ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അവന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അവന് കൂട്ടുകാരനും കൂടെ ഉണ്ടായിട്ടാണ് മേടിക്കത്തില്ലായിരുന്നു. നമുക്കിതൊരു കൂട്ടുപൊരിയൽ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, വരൂ. ആദ്യമേ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഒന്ന് ക്ലീനായിട്ട് കഴുകി എടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി എടുത്തിട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണേ. അപ്പം ക്വാണ്ടിറ്റി ഒക്കെ അവരവർക്ക് എത്ര വേണോ അത്ര എടുക്കാം. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു 3-4 പേർക്ക് ആവശ്യമായ എത്ര എടുക്കുന്നുള്ളൂ. 4 പേരില്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ്, വലുതായിരുന്നു, ഞാൻ പകുതിയെ എടുത്തിട്ടുള്ളേ. എൻ്റെ തൊലി ഒത്തിരി അങ്ങ് കളയണ്ട. അതുകൊണ്ട് ഇതുപോലത്തെ ഇതൊന്ന് നന്നായിട്ട് പോയാൽ മതി. അങ്ങനെ ഞാനിതെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് അരിയാമേ. ഇപ്പം പീക്കങ്ക നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിയാം. നമ്മളിങ്ങനെ കൊത്തി അരിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ അരിഞ്ഞു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിയാം. നല്ല പീക്കങ്ങയാണ്, ഇത് കഴിക്കത്തൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഈ വിതയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെന്താ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിങ്ങനെ ചെറുതായിട്ട് അടുത്തതായിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇതിനോട് നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ വേണോ അതെല്ലാം നമുക്ക് ചേർക്കാം. ബീൻസും ഒക്കെ ചേർക്കാം. ഇവിടെ ബീൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. നമുക്ക് ഏത് നമ്മുടെ കയ്യിലുണ്ടോ അത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ബീട്രൂട്ട് ഞാൻ എടുത്തില്ല. എന്താന്ന് ചോദിച്ചാൽ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കളർ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ അരിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കോസ് അരിയാമേ. കോസ് ഞാനിവിടെ കഴുകി എടുത്തതായിരുന്നു. ഇങ്ങനെ ചെറുതായി അരിഞ്ഞു കൊടുക്കാം. അങ്ങനെ കോസ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞു കൊടുക്കുന്നില്ല, നമ്മൾ ചീവി എടുക്കുവാണ്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി കൂടെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കത്തില്ല. ഇതിങ്ങനെ ചീകി എടുത്തേച്ചാൽ മതി. ക്യാരറ്റ് എല്ലാം ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തത് വേണ്ടിയത് നമുക്ക് ചുമന്നുള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒത്തിരി പൊടിയായിട്ടൊന്നും അരിയണ്ട, നമുക്ക് ആവശ്യമായ ഉള്ളി എടുക്കാം.
ചെറിയ ഉള്ളി വേണമെങ്കിൽ അതെടുക്കാം, സവാള വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ നമുക്കിവിടെ അരപ്പിന് ആവശ്യമായ തേങ്ങയാണ്. ഞാൻ 1 മുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, എരിവിനാവശ്യമായ 4 പച്ചമുളക്, അത് അവരവരുടെ ഇഷ്ടമാണ്, എത്ര വേണം എടുക്കാം. ഒരു 3 വെളുത്തുള്ളി അല്ലിയെ, ഒരിച്ചിരി ജീരകം. ഇത് നമ്മൾ ചതച്ചെടുക്കണം, തോരത്തിനരയ്ക്കുന്ന പോലെ ചതച്ചെടുക്കണം. ഞാനൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ചൂടായി, അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കടുക്, ഉഴുത്തമ്പരിപ്പ് ഇട്ട് കൊടുക്കാം, കടലപ്പരിപ്പ്. ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതങ്ങ് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിനകത്തോട്ട് ഞാൻ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. നമ്മൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പീച്ചങ്ങ, ക്യാബേജ് എല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല, നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. ഈ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത് വെന്തോളും. എനിക്കിത് 5 മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിൽ വെച്ച് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ പൊരിയൽ ഇവിടെ എന്തോ ആയിട്ടുണ്ടെന്ന്. പൊരിയലൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് കായ്ക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാമേ. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് സിമ്മിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോവണ്ടായോ, നമുക്ക് പച്ചവാസനയെല്ലാം പോയി കിട്ടണം. ഇതിനകത്തോട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത്. അങ്ങനെ കൂട്ടുപൊരിയലെല്ലാം ഇവിടെ നന്നായി വന്നിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്, നല്ല ഉപ്പും എല്ലാം ഉണ്ട് ആവശ്യത്തിന്. നമുക്കിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാമേ.
അങ്ങനെ നമ്മുടെ കൂട്ടുപൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.